ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിലെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ G1, G2 ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാനഡയിലെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് തോമസിലെ കെറ്റി ക്രീക്ക് വില്ലേജിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ ഒരു റെയിൽവേ പാലത്തിന് മുകളിലാണ്. ഇത് നേരത്തെ റെയിൽവേ പാലമായിരുന്നു. ഒരു ആന ഇടിച്ച കേസൊക്കെ നിങ്ങൾക്ക് അറിയാം പണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്, നിങ്ങൾ കയറി കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫസ്റ്റ് നമ്മൾ കാനഡയിൽ വരുമ്പോൾ നമുക്കൊരു ID പ്രൂഫ് ഇല്ല. അപ്പം നമ്മുടെ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ സിനിമ കാണാനൊക്കെ പോകുകയാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ID പ്രൂഫ് കാണിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് കൊണ്ട് വേണം എല്ലായിടത്തും പോകാൻ. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാനഡയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ G1 എഴുതുക. G1 എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ID പ്രൂഫ് കിട്ടും. അത് നമ്മുടെ ഫോട്ടോ വെച്ച ID പ്രൂഫാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സേഫായിട്ട് കൊണ്ടു നടക്കാം. നിങ്ങൾക്ക് കളഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടും. പക്ഷെ പാസ്പോർട്ട് കേസ് അങ്ങനെയല്ല, അത് റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുതുതായിട്ട് കാനഡയിൽ വരുന്നവർ, ഇപ്പം നിലവിൽ കാനഡയിൽ പേര് വന്ന ആൾക്കാരും നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി G1 എഴുതുക. വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ G1 എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ നിങ്ങൾക്ക് G1 ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ മാക്സിമം ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കയറി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വരുന്ന വീഡിയോയിൽ ഞാൻ G1 ഫുൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിലേക്ക് വരാനിരിക്കുന്നവർക്കും പുതുതായിട്ട് ചാനലിൽ ഉള്ളവർക്കും, അപ്പോൾ ഇപ്പം നിലവിൽ ചാനലുള്ളവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ G1 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ID പ്രൂഫാണ്. അപ്പോൾ G1 മെയിനായിട്ട് ചോദിക്കുന്നത് 40 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ 20 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റൂളാണ്. രണ്ടാമത്തെ 20 എന്ന് പറയുന്നത് നമ്മുടെ സൈനാണ്. അപ്പോൾ റൂളും സൈനും മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതിൽ ടോട്ടലി 40 ക്വസ്റ്റ്യനിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻ വരെ ഫെയിൽ ആവാം. 8 ക്വസ്റ്റ്യൻ വരെ നമുക്ക് തെറ്റിപ്പോവാം. അപ്പം 20-ൽ 4 ആദ്യത്തെ 20-ൽ 4, രണ്ടാമത്തെ 20-ൽ 4, അങ്ങനെ ടോട്ടൽ 8 തെറ്റിപ്പോവാം. ഇവൻ നിങ്ങൾ $16 ഇപ്പൊ G1 എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം റൂള് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് 20 ഒരു 5 തെറ്റിപ്പോയെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ അത് വീണ്ടും എഴുതണം. ഇപ്പൊ സൈൻ എഴുതുന്ന സമയത്ത് 20 ഒരു 2 തെറ്റിപ്പോയി, നിങ്ങൾ പാസ്സായി. ഇപ്പൊ രണ്ടാമത് എഴുതാൻ നേരം അത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ 2 സെക്ഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ 1 ടൈം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ സെക്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഫെയിൽ ആയപ്പോൾ സെക്ഷൻ മാത്രം എഴുതിയാൽ മതി. അപ്പം ഇതാണ് G1 പറ്റി പറയാനുള്ളത്. ഇവൻ G1 നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങളുടെ പാസ്പോർട്ട് വേണം. അതുപോലെ നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് കീപ്പ് ചെയ്ത കൂടെ ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കത്തില്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കും. അതുപോലെ നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് അവർ ചോദിക്കും, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. കാരണം നമ്മുടെ G1 നിങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടും. ആ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് G2 പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. കാനഡയിൽ എല്ലാവരും പഠിക്കാന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പം 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഈ അബ്സ്ട്രാക്ട് എന്ന് പറയും, ഡ്രൈവിംഗ് ലൈസൻസ് അബ്സ്ട്രാക്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ പർട്ടിക്കുലേഷൻ എന്നൊക്കെ പറയും. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതും എങ്ങനെയാണ് അപ്ലൈ എന്നുള്ളത് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് കാനഡയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് 2 വർഷത്തേക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ G1 നാട്ടിലത്തെ എക്സ്പീരിയൻസ് ആഡായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് സീൽ ചെയ്ത് RTOയുടെ സീലൊക്കെ മേടിച്ചിട്ട് വേണം വരാൻ. സീലില്ലെങ്കിൽ ചില ഈ പറഞ്ഞ ഡ്രൈവിംഗ് ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ വന്ന സമയത്തൊക്കെ അങ്ങനെ കുറേ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സീൽ ചെയ്ത് മേടിച്ചിട്ട് വരിക, കളർ പ്രിന്റ് എടുത്തുകൊണ്ട് വരിക ഈ അബ്സ്ട്രാക്ട്. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് G1 എഴുതി കഴിഞ്ഞിട്ട് ഉടനെ നിങ്ങൾക്ക് Gയിലേക്ക് പോകാൻ പറ്റും. അപ്പം G2 ഉണ്ടതിനിടയ്ക്ക് G2 എഴുതാതെ തന്നെ, G2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. ഇത് G എന്ന് പറയുന്ന ക്ലാസ് ആണ്, ക്ലാസ് G1 അങ്ങനെ ഓരോ ലെവലാണ്. അപ്പോൾ ഈ G2 എഴുതാതെ തന്നെ നിങ്ങൾക്ക് നേരെ Gയിലേക്ക് പോകാൻ പറ്റും. G എന്ന് പറയുന്നതാണ് ഫുൾ ലൈസൻസ്. നിങ്ങൾ G കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാർ ഓടിക്കാനുള്ള ഫുൾ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിയതാണ് അർത്ഥം. G2 കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് G2-ൽ. അതുപോലെ തന്നെ ഊബർ ഓടാൻ പറ്റത്തില്ല. മെയിനായിട്ട് G2 ഉള്ളവർക്ക് ഊബർ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, G വേണം. അതുപോലെ തന്നെ U-Haul ഒക്കെ നമുക്ക് എടുക്കണമെങ്കിലും G ലൈസൻസ് അവർ ചോദിക്കാറുണ്ട്. അതാണ് കംപ്ലീറ്റ് ലൈസൻസ് എന്ന് പറയുന്നത്. ഈ G1 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ലേണേഴ്സ് സിമ്പിളിലാണ്. അപ്പോൾ അതിന് ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ റോഡിൽ ഇറങ്ങി വണ്ടി ഓടിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നോളജ്, ബേസിക് നോളജ്, റൂളും സൈനും, കാനഡയിൽ വണ്ടി ഓടിക്കാനായിട്ട് വേണ്ട ബേസിക് നോളജ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം അത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, കാനഡ വന്ന ഉടനെ തന്നെ എഴുതാൻ പറ്റും. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ G1 എഴുതി, ഇപ്പോൾ നാട്ടിൽ ലൈസൻസ് നിങ്ങൾക്ക് ഇല്ല, +2 കഴിഞ്ഞ് വരുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ അബ്സ്ട്രാക്ട് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ G1 എഴുതി കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് G2 എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ 1 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ G എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും നാൾ, അപ്പോൾ ഏകദേശം 2 വർഷത്തോളം സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നാട്ടിൽ തന്നെ അബ്സ്ട്രാക്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ 8 മാസത്തിനുള്ളിൽ എഴുതാൻ പറ്റുന്ന ഒരു കോഴ്സ് ഉണ്ട്. നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റുകാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. 1 വർഷം എന്നുള്ളത് 8 മാസമാക്കി കുറയ്ക്കാൻ പറ്റും. അങ്ങനെ 8 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് G2 എഴുതാൻ പറ്റും. അതിനുശേഷം G എഴുതാൻ പറ്റും. പക്ഷേ വീണ്ടും 1 വർഷം കാത്തിരുന്നാലേ G എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് അടുത്ത വീഡിയോ, ഈ പ്ലേലിസ്റ്റ് തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ G2 പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇത് കണ്ടതിന് ശേഷം കയറി കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് സ്റ്റേ ട്യൂൺഡ്. ബൈ.